हेलो नमस्ते बच्चों। यह मिठाई वाला चैप्टर की ബാക്കി है പാർട്ട് 2. ഓക്കെ, ആദ്യം ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ട് ഈ ചാപ്റ്ററിൻ്റെ ഭാഗങ്ങൾ. ഇത് പാർട്ട് 2 ആക്കിയിട്ട് അതിൻ്റെ ബാക്കി ഇടുകയാണ്. ഓക്കെ, തുടങ്ങാം. आज अपने मकान में बैठी हुई रोहिणी मुरली वाले की सारी बातें सुनती रही. आज भी उसने अनुभव किया, बच्चों के साथ इतने प्यार से बातें करने वाला फेरी वाला पहले कभी नहीं आया. അപ്പോൾ ഇന്ന് രോഹിണി ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ആലോചിക്കുകയാണ് മുരളി വാലേൻ്റെ കാര്യങ്ങൾ. കുട്ടികളോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഫിർ വ സൗദാ ബി കൈസാ സസ്താ ബേച്താ ഹേ, അയാൾ എത്ര വില കുറവിലാണ് സാധനങ്ങളെല്ലാം വിൽക്കുന്നത്. ഭല ആദ്മി ജാൻ പെടുത്താ ഹെ, നല്ല ആളാണെന്ന് തോന്നുന്നു. സമയ്ക്ക് ബാത് ഹെ ജോ ബേച്ചാര ഇസ്തര മാരാ ഫിർത്താ ഹെ, എന്തോ സമയദോഷം കൊണ്ടായിരിക്കും. ബേച്ചാര എന്ന് പറഞ്ഞാൽ പാവം. ഈ പാവം ഇങ്ങനെ മാരാ ഫിർത്താ ഹെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ഇങ്ങനെ കച്ചവടം ചെയ്ത് നടക്കുന്നത്. പേട് ജോ ന കരായേ സോ തോട, വയറ് നിറയാൻ എന്തെങ്കിലും കിട്ടുമായിരിക്കും, അത്രയേ ഉള്ളൂ. इसी समय मुरली वाले का शीन स्वर दूसरी निकट की गली से सुनाई पड़ा. बच्चों को बहलाने वाला मुरलिया वाला. इसी समय മുരളി വാലയ്ക്ക് മുരളി വാലയുടെ ഈ സമയത്ത് മുരളി വാലയുടെ ക്ഷീണപ്പെട്ട സ്വരം കേൾക്കപ്പെട്ടു. ബച്ചോങ്കോ ബഹലാനെ വാല അങ്ങനെ പാടിയും കൊണ്ട് വരുന്നത്. रोहिणी इसे सुनकर मन ही मन कहने लगी, और स्वर कैसा मीठा है इसका. बहुत दिनों तक रोहिणी को मुरली वाले का वह मीठा स्वर और उसकी बच्चे के प्रति वह स्नेहशक्ति बातें याद आती रही. രോഹിണി അത് കേട്ടിട്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഇയാളുടെ ശബ്ദം എന്തൊരു മധുരമുള്ളതാണ്. കുറേ ദിവസമായല്ലോ മുരളി വാലേൻ്റെ ഈ മധുര ശബ്ദം കേട്ടിട്ട്. പിന്നെ അവൾക്ക് ഓർമ്മ വന്നു, കുട്ടികളോട് ആ മിഠായി വാലയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം എല്ലാം അവൾക്ക് ഓർമ്മ വന്നു. മഹീനയ്ക്ക് മഹീനെ ആയേ ഓർ ചലേ ഗയേ, ഫിർ മുരളി വാല ന ആയ, ധീരെ ധീരെ ഉസ്കി സ്മൃതി ബി ക്ഷീൺ ഹോ ഗയി. മാസങ്ങൾക്ക് മുമ്പ് മഹീനയ്ക്ക് മഹീനെ ആയെന്ന് പറഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പ് എപ്പോഴോ വന്നതാണ്. ഓർ ചലേ ഗയേ, എന്നിട്ട് പോയി. ഫിർ മുരളി വാല ന ആയ, അതിനുശേഷം മുരളി വാല വന്നിട്ടില്ല. ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ. ഉസ്കി സ്മൃതി ബി ക്ഷീൺ ഹോ ഗയി, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഇങ്ങനെ ക്ഷീണിച്ചു പോയി, അദ്ദേഹത്തെ മറന്ന പോലെയായി. നെക്സ്റ്റ് 8 മാസ് ബാദ്, 8 മാസത്തിന് ശേഷം. സർദി കെ ദിൻ തേ, ഒരു തണുപ്പുള്ള ദിവസമായിരുന്നു. രോഹിണി സ്നാൻ കർക്കെ മകാൻ കി ഛത് പർ ചഡ്കർ ആജാനുലംബി കേശ് രാശി സുഖാ രഹി തി. രോഹിണി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന്, ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് അവളുടെ ആജാനുലംബി കേശരാശി എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള മുടി സുക്കാരഹീത്തി ഉണക്കുകയായിരുന്നു. ഈ സമയം നീച്ചേക്ക് ഗലിമേ സുനായി പട, ഈ സമയത്ത് താഴെയുള്ള വഴിയിൽ നിന്ന് അവൾ കേട്ടു. സുനായി പട എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെട്ടു. ബച്ചോ കോ ബഹലാനെ വാല മിഠായി വാല. ബച്ചോ, അത് ആ ഒരു ഇത് പിന്നെയും അവൾ കേട്ടു. മിഠായി വാലേ കാ സ്വർ ഉസ്കെ ലിയേ പരിചിത്ത, മിഠായി വാലയുടെ ശബ്ദം അവർക്ക് നല്ല പരിചയമായിരുന്നു. ചട്ട് സെ രോഹിണി നീച്ചെ ഉത്തരായി. ചട്ട് സെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവൾ താഴെ, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വന്നു. ഉസ് സമയ് ഉസ്കെ പതി മകാൻ മേ നഹീ തെ, ആ സമയത്ത് അവളുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. ഉൻകി വൃദ്ധ ദാദി തി, അവളുടെ വൃദ്ധയായ മുത്തശ്ശി ഉണ്ടായിരുന്നു. രോഹിണി ഉൻകെ നിക്കട്ടാക്കർ ബോലി, രോഹിണി അങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ദാദി ചുന്നു മുന്നു കെ ലിയേ മിഠായി ലേനി ഹേ, മുത്തശ്ശി ചുന്നൂനും മുന്നൂനും വേണ്ടി മിഠായി വാങ്ങണം. സരാ കമറേ മേ ചൽക്കർ ടഹരാവോ, ഒന്ന് മുറിയിൽ പോയി ഇരിക്കുമോ. മേ ഉദർ കൈസേ ജാവോ കോയി ആത്താ ന ഹോ, ഞാൻ എങ്ങനെയാണ് അവിടെ പോവുക, ആരെങ്കിലും വന്നാലോ. സരാ ഹട്ട്കർ മേ ബി ചിക്കി ഓഡ് മേ ബൈഠ് രഹൂംഗി, ഞാൻ ചിക്കി ഓൺ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്ത്രീകളൊക്കെ ഇങ്ങനെ തലയിൽ തട്ടമിടും, ഗൂങ്കെട്ട് എന്നാണ് അതിനെ പറയാം. അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് മാറി നിന്നോളാം. ദാദി ഉഡ്ഘർ കമറേമേ ആക്കർ ബോലി, മിഠായി വാലേ ഇധർ ആന. ദാദി അവിടെ നിന്ന് എണീറ്റിട്ട് പുറത്ത് വന്നിരുന്നിട്ട് വിളിച്ചു, മിഠായി വാല ഇങ്ങോട്ട് വാ.
മിഠായി വാല നിഖട്ട് ആ ഗയ, അദ്ദേഹം കടന്നു വന്നു. കിത്നി മിഠായി ദോ മാ, എത്ര മിഠായി തരണം അമ്മേ. ये नए तरह की मिठाइयाँ हैं, रंग बिरंगी, कुछ कुछ खट्टी, कुछ मीठी, जायकेदार, बड़ी देर तक मुंह में टिकती है, ജൽദി നെഹി ദുൽത്തി. അപ്പോൾ അയാളുടെ പെട്ടിയിലുള്ള മിഠായികളെ പറ്റി വിവരിക്കുകയാണ് അയാൾ. പല കളറിലുള്ളതുണ്ട്. രംഗ് ബിരങ്കി എന്ന് പറഞ്ഞാൽ പല കളറിലുള്ളത്. കുച്ച് കുച്ച് ഖട്ടി, കുച്ച് മീട്ടി, അങ്ങനെ പറഞ്ഞാൽ കുറച്ച് കയ്പുള്ളതും കുറച്ച് മധുരമുള്ളതും. സായ്ക്കേദാർ, ബഡി ദേർ തക് മുഹ് മേ ടിക്തി ഹേ, പിന്നെ കുറേ നേരം വായിൽ അലിയാതെ നിൽക്കുന്നത്. ജൽദി നെയ് ദുൽത്തി, അത്ര വേഗം ഒന്നും അലിയില്ല. ബച്ചേ ബഡേ ചാവ് സേ ചൂസ്തേ ഹേ, കുട്ടികൾ ഭയങ്കര ഇഷ്ടത്തോടെ അതെടുക്കും. ഇൻ ഗുണോ കെ സിവ യെ ഘാസി ബി ദൂർ കർത്തി ഹെ, ഈ ഗുണങ്ങൾക്കെല്ലാം പുറമെ, കെ സിവ എന്ന് പറഞ്ഞാൽ പുറമെ, ഘാസി ബി ദൂർ കർത്തി ഹെ, ചുമയും അകറ്റും, ചുമയ്ക്കും നല്ലതാണ്. കിത്നി ദോ, എത്ര എടുക്കണം. ചപ്പട്ടി ഗോൽ പഹൽദാർ ഗോലിയാം ഹേ, പൈസയ്ക്ക് 16 ദേത്താ ഹും. അപ്പം അയാൾ അതിൻ്റെ ഷേപ്പൊക്കെ പറഞ്ഞു. ഫ്ലാറ്റ് ആയിട്ടുള്ളതുണ്ട്, എന്താ പറയുക, സർക്കിൾ, ഗോൾ എന്ന് പറഞ്ഞാൽ സർക്കിൾ, അങ്ങനത്തതൊക്കെ ഉണ്ട്. എത്ര പൈസയ്ക്ക് 16 ദോ, ഒരു പൈസക്ക് 16 തരും. ഓക്കെ, നെക്സ്റ്റ്. ദാദി ബോലി 16 തോ ബഹുത് കം ഹോത്തി ഹേ, അപ്പോൾ മുത്തശ്ശി പറഞ്ഞു 16 വളരെ കുറവാണ്. ബല 25 തോ ദേത്തെ മിഠായി വാല, ഒരു 25 തരൂ മിഠായി വാല. നെഹി ദാദി അധിക് നെഹി ദേ സക്താ, ഇല്ല മുത്തശ്ശി അധികം തരാൻ പറ്റില്ല. ഇത്നാ ബി ദേത്താ ഹൂ യേ അബ് തുമേ ക്യാ, ഖേർ മേ അധിക് ന ദേ സക്കൂങ്ക, ഇത് തന്നെ നല്ല ഇതിലാണ് ഞാൻ തരുന്നത് എന്നാണ് മിഠായി വാല പറയുന്നത്. രോഹിണി ദാദിക്ക് പാസ് ഹി തി, രോഹിണി ദാദിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ബോലി ദാദി ഫിർ ഭി കാഫി സസ്ത ദേ രഹാ ഹേ, 4 പൈസയ്ക്ക് ലേ ലോ, യേ പൈസേ രഹേ. അപ്പോൾ രോഹിണി ഉള്ളിൽ നിന്ന് പറഞ്ഞു മുത്തശ്ശീനോട്, ഫിർ ഭി കാഫി സസ്തേത്തെ രഹാ, എന്താ പറയുക, നല്ല ലാഭത്തിലാണ് അയാൾ തരുന്നത്, 4 രൂപയ്ക്ക് കൂടി മേടിച്ചോളൂ. മിഠായി വാല മിഠായി ഗിന്നെ ലഗി, മിഠായി വാല മിഠായി എണ്ണാൻ തുടങ്ങി. ഗിന്ന എന്ന് പറഞ്ഞാൽ എണ്ണുക. തോ 4 കി ദേ ദോ, എന്നാൽ 4 രൂപക്ക് തരുന്നോളൂ. അച്ഛാ 25 നെഹി സഹി 20 ഹി ദോ, എന്നാൽ ഒരു 25 ഇല്ലെങ്കിലും ഒരു 20 തരൂ, 1 രൂപയ്ക്ക്, അങ്ങനെ 4 രൂപയ്ക്ക് തരൂ. അരെ ഹാ മേ ബൂഢാ ഹുയി, മോൽ ഭാവ് അബ് മുझे ज़्यादा करना आता भी नहीं, ഞാൻ വയസ്സായില്ലേ. മോൽ ഭാവ് എന്ന് പറഞ്ഞാൽ ബാർഗെയിൻ ചെയ്യുക, എനിക്ക് ബാർഗെയിൻ ചെയ്യാനൊന്നും ഇപ്പോൾ വയ്യ. കഹത്തെ ഹുയെ ദാദി കെ പോപ്ലെ മൂസെ സരാസി മുസ്കുരാഹട്ട് ഫുഡ് നിക്ലി, അത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ പോപ്ലെ മൂഹ് എന്ന് പറഞ്ഞാൽ നല്ല തുടുതുടുത്ത മുഖത്ത് ഒരു മുസ്കുരാഹട്ട് എന്ന് പറഞ്ഞാൽ പുഞ്ചിരി വന്നു. രോഹിണീനെ ദാദി സെ കഹ, രോഹിണി മുത്തശ്ശിയോട് പറഞ്ഞു, ദാദി ഇസ്സെ പൂച്ചോ തും ഇസ് ഷെഹർ മേ ഓർ കഭി ബി ആയേ തേ യാ പെഹ്ലി ബാർ ആയേ ഹോ, യഹാ കെ നിവാസി തോ തും ഹോ നഹി. ദാദി അയാളോട് ചോദിക്കൂ, അയാൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ, ഈ നഗരത്തിൽ ഇവിടുത്തെ ആളാണോ എന്ന് ചോദിക്കൂ. ദാദീനെ ഇസ് കഥൻ കോ ദോഹരാനെ കി ചേഷ്ട കി ഹി തി कि मिठाई वाले ने उत्तर दिया, पहली बार नहीं और भी कई बार आ चुका है. അപ്പോൾ ദാദി പറഞ്ഞു, ദാദി ചോദിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മിഠായി വാല പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടല്ല, പെഹലി ബാർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട്, പെഹലി ബാർ നെഹി ആദ്യമായിട്ടല്ല, ഓർ ബി കൈ ബാർ എത്രയോ പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. രോഹിണി ചിക്കി ആർട്സ് ഹീസെ ബോലി, രോഹിണി ഇങ്ങനെ തലയിൽ തട്ടിട്ട് കൊണ്ട് തന്നെ പറഞ്ഞു, पहले ही मिठाई बेचने हुए आए या और कोई चीज़ लेकर, ആദ്യം ഇയാൾ മിഠായി ആയിട്ടാണോ വന്നത് അതോ വേറെ എന്തെങ്കിലും സാധനമായിട്ടാണോ. മിഠായി വാല ഹർഷ സംശയ और विस्मयादि भावों से डूब कर बोला, इससे पहले मुरली लेकर आया था और उससे भी पहले खिलौने लेकर. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി, സന്തോഷത്തോടെ അയാൾ പറഞ്ഞു,
ഞാനിതിൻ്റെ മുന്നേ ഫ്ലൂട്ട് മുരളി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ടോയ്സ് കളിപ്പാട്ടമായിട്ട് വന്നിട്ടുണ്ട്. രോഹിണിക്ക് അനുമാൻ ടീക്ക് നികില, അവളുടെ എന്താ പറയുക, അവളുടെ ചിന്ത ശരിയായി. അബ് തോ വ ഉസ്സെ ഓർ ബി കുച്ച് ബാത് പൂച്ച്നെ കെ ലിയെ അസ്ഥിർ ഹോടി. അപ്പോൾ അവൾക്ക് വേറെയും കുറേ കാര്യങ്ങൾ അയാളോട് ചോദിക്കണമെന്ന് തോന്നി. വ ബോലി ഇൻ വ്യവസായോ മേ ഭല തുമേ ക്യാ മിൽത്താ ഹോഗ. ഈ വ്യവസായത്തിൽ നിന്നൊക്കെ, ഈ കച്ചവടത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താ കിട്ടുക? വ ബോല മിൽത്താ ഭല ക്യാ ഹേ, യഹി ഖാനെ ഭർ കോ മിൽ ജാത്താ ഹേ. അദ്ദേഹം പറഞ്ഞു, വ ബോല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, എന്ത് കിട്ടാനാണ്? മിൽത്താ ഭല ക്യാ ഹേ, യഹി ഖാനെ ഭർ, വയറ് നിറയാൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. കബി നെഹി ബി മിൽത്താ ഹേ, ചിലപ്പോൾ ഒന്നും കിട്ടാറുമില്ല. पर हाँ संतोष, धीरज और कभी कभी असीम सुख ज़रूर मिलता है और यही मैं चाहता भी हूँ. പക്ഷേ എനിക്ക് സന്തോഷവും എന്തെന്നില്ലാത്ത ഒരു സുഖവും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നതും. സോ കൈസേ വോ ബി ബത്താവോ, അതെന്താ അങ്ങനെ, അതും കൂടി പറയൂ. അബ് വ്യർത്ത് ഉൻ ബാത്തോം കി ക്യോം ചർച്ച കരോ, ഇനി ആ കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? ഉനെ ആപ് ജാനേ ഹി ദേ, അതെല്ലാം നിങ്ങൾ വിടൂ. ഉൻ ബാത്തോം കോ സുൻകർ ആപ്കോ ദുഃഖ് ഹി ഹോഗ, ആ കാര്യങ്ങളെല്ലാം കേട്ടാൽ നിങ്ങൾക്കും ദുഃഖം വരും. ജബ് ഇത്ന ബത്തായ ഹേ തബ് ഓർ ബി ബത്താ ദോ, ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, എന്നാൽ പിന്നെ എല്ലാം പറയൂ. മേ ബഹുത് ഉത്സുക് ഹൂം, ഞാനത് കേൾക്കാൻ വളരെ ഔത്സുക്യത്തോടെ നിൽക്കുകയാണ്. തുമാരാ ഹർജ ന ഹോഗ, തുമാരാ ഹർജ ന ഹോഗ, മിഠായി മേ ഓർ ബി ലേ ലൂങ്കി, നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല, മിഠായി ഞാൻ അധികം വാങ്ങാം. അതിശയ് ഗംഭീരത കെ സാത്ത് മിഠായി വാലേനെ കഹ, അദ്ദേഹം അതിശയത്തോടെ പറഞ്ഞു. മേ ബി അപ്നെ നഗർ കാ ഏക് പ്രതിഷ്ഠിത് ആദ്മി താ, ഞാനും എൻ്റെ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. മക്കാൻ, വ്യവസായ്, ഗാഡി ഘോഡെ, നൗക്കർ ചാക്കർ, സബി കുച്ച് താ, മക്കാനും വീടും ബിസിനസ്സും വണ്ടിയും എന്താ പറയുക വേലക്കാരും എല്ലാം ഉണ്ടായിരുന്നു. സ്ത്രീ തേ, ചോട്ടെ ചോട്ടെ ദോ ബച്ചേ തേ, ഭാര്യ ഉണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു. മേരാ വ സോനെ കാ സംസാർ താ, എൻ്റെ അതൊരു സ്വർണത്തിൻ്റെ ലോകമായിരുന്നു. ബാഹർ സമ്പത്തി കാ വൈഭവ് താ, ഭീതർ സാംസാരിക് സുഖ് താ, പുറമേ നല്ല സമ്പത്തിൻ്റെ സുഖവും ഉള്ളിൽ നല്ല സാംസാരിക് സുഖവും ഉണ്ടായിരുന്നു. സ്ത്രീ സുന്ദരി തീ, മേരി പ്രാൺ തീ, ഭാര്യ നല്ല സുന്ദരിയായിരുന്നു, എൻ്റെ ജീവനായിരുന്നു. ബച്ചേ ऐसे സുന്ദർ തേ ജൈസെ സോനയ്ക്ക് സജീവ് ഖിലൗനെ, ബച്ചേ നല്ല സുന്ദരിയും സുന്ദരനുമായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ സോനയ്ക്ക് ഖിലൗനെ, എന്താ പറയുക, സ്വർണത്തിൻ്റെ ടോയ് പോലെ. ഉൻകി അട്ഖേലിയോ കെ മാരെ ഘർ മേ കോലാഹൽ മച്ചാ രഹാ താ, അവരുടെ അട്ഖേലിയാം എന്ന് പറഞ്ഞാൽ അവരുടെ കുസൃതികൾ കാരണം വീട്ടിൽ കോലാഹലമായിരുന്നു. സമയ്ക്ക് ഗതി, സമയത്തിൻ്റെ പോക്ക്, വിധാതാക്കി ലീല, ദൈവത്തിൻ്റെ കളികൾ. അബ് കോയി നെഹി ഹേ, ഇപ്പോൾ ആരുമില്ല, അതായത് അവരെല്ലാം മരിച്ചു പോയി എന്നാണ് പറയുന്നത്. ദാദി പ്രാൺ നിക്കാലെ നെഹി നിക്കാലെ, പക്ഷെ മുത്തശ്ശി എൻ്റെ ജീവൻ മാത്രം പോയില്ല. ഇസ്ലിയെ അപ്നെ ഉൻ ബച്ചോം കി കോജ് മേ നിക്ലാഹും, അതുകൊണ്ട് ആ മക്കളെയും തിരഞ്ഞ് നടക്കുകയാണ് ഞാൻ. വേ സബ് അന്ത് മേ ഹോങ്കെ തോ യഹി കഹി, ആഖിർ കഹി ന ജന്മേ ഹി ഹോങ്കെ, അവർക്ക് പുനർജന്മം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലും ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവും. ഉസ് തര രഹ്ത ധുൽ ധുൽ കർ മർത്ത, അവിടെ നിന്നാൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കും. ഇസ് തര സുഖ് സന്തോഷ് കെ സാത്ത് മരൂങ്ക,
സാത്ത് മരൂങ്ക, ഇങ്ങനെ എനിക്ക് സന്തോഷത്തോടെ മരിക്കണം. ഇസ് തരഹ് കെ ജീവൻ മേ കഭി കഭി അപ്നെ ഉൻ ബച്ചോं की एक झलक सी मिल जाती है. ഇങ്ങനെയുള്ള എൻ്റെ ജീവിതത്തിൽ ആ കുട്ടികളുടെ ചെറിയൊരു എന്താ പറയുക, ഝലക് എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയൊരു ഓർമ്മ, അവരെ പ്രതിബിംബം, അവരെ ഈ കുട്ടികളിൽ എനിക്ക് കാണുന്നത് പോലെ എനിക്ക് തോന്നും. ऐसा जाना पड़ता है जैसे वे इन्हीं में उछल उछल कर हंस खेल रहे हैं. എനിക്ക് ചിലപ്പോൾ തോന്നും ആ കുട്ടികൾ ഈ കുട്ടികളുടെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് എന്നെല്ലാം തോന്നും. पैसों की कमी दौड़े ही है, ആപ്കി ദയാസെ പൈസേ തോ കാഫി ഹെ. പൈസക്ക് കുറച്ച് കുറവുണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാം ദയ കൊണ്ട് അതും പ്രശ്നമില്ല. ജോ നെഹി ഹെ ഇസ് തരഹ് ഉസിക്കോ പാ ജാത്താ ഹും. എന്താണ് ഇല്ലാത്തതെന്ന് വെച്ചാൽ അത് ഞാൻ ഇങ്ങനെ ഈ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്നതിലൂടെ നേടിയെടുക്കുന്നുണ്ട്. ആ സുഖം മാത്രം മതി എനിക്ക് എന്നാണ് മിഠായി വാല പറയുന്നത്. രോഹിണീനെ അബ് മിഠായി വാലേക്ക് ഓർ ദേക്ക. രോഹിണി അപ്പോൾ മിഠായി വാലയുടെ നേരെ നോക്കി. ഉസ്കി ആംഖേ ആസുओं से तर है. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയെ കണ്ണുനീരായിരുന്നു. ഇസി സമയ ചുന്നു മുന്നു ആകെ. ഈ സമയത്ത് ചുന്നു മുന്നു ഓടി വന്നു. രോഹിണി സെ ലിപ്പട്ട് കർ ഉസ്കാ ആഞ്ചൽ പകഡ് കർ ബോലെ അമ്മ മിഠായി. രോഹിണിയെ കെട്ടിപ്പിടിച്ച് അവളുടെ സാരി വലിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ മിഠായി. മുझसे लो यह कहकर तत्काल कागज़ की 2 पूटियाँ मिठाइयों से भरी मिठाई वाले ने चुन्नू मुन्नू को दे दी. എന്നോട് വാങ്ങിക്കോളൂ, എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മിഠായി വാല 2 പാക്കറ്റ് മിഠായി പൊതിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്തു. രോഹിണീനെ ഭീത്തർസെ പൈസ ഫേങ്ക് ദിയെ. അവൾ ഉള്ളിൽ നിന്ന്, ഭീത്തർസെ എന്ന ഉള്ളിൽ നിന്ന്, പൈസ ഫേങ്ക് ദിയെ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുത്തു, പൈസ എറിഞ്ഞു കൊടുത്തു. മിഠായി വാലേനെ പേട്ടി ഉടായി ഓർ കഹ അബ് ഇസ് ബാർ യേ കെ പൈസേ ന ലൂങ്ക. മിഠായി വാല പെട്ടി എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ പൈസ മേടിക്കില്ല. ദാദി ബോലി. ദാദി പറഞ്ഞു, അരേ അരേ ന അപ്നെ പൈസേ ലിയേ ജബായി. അതൊന്നും പറ്റില്ല, നിങ്ങളുടെ പൈസ എടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞു. തബ് തക് ആകെ ഫിർ സുനായി പടാ ഉസി പ്രകാർ മാദക് മൃദുൽ സ്വർ മേ ബച്ചോं को ബഹ്ലാനെ വാല മിഠായി വാല. അപ്പോഴേക്കും അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവർ ആ മാദക മൃദുലമായ സ്വരം കേട്ടു. ബച്ചോं को ബഹ്ലാനെ വാല മിഠായി വാല. ഭഗവതി പ്രസാദ് വാജ്പേയി എന്നാണ് ഇതിൻ്റെ ഓഥറിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.